ഈയിടെ കപ്പൽശാലയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനത്തിൽ ഒരു ദുരൂഹത നിറഞ്ഞു നിൽക്കുന്ന രീതിയിലേക്ക് നിരന്തരമായി പൊന്നാനിയുടെ ജനപ്രതിനിധിയുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് LDFിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അംഗീകരിക്കപ്പെട്ട ഒരു പദ്ധതി, അത് പഠനാർഹമായ രീതിയിലാണ് ആ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. ആ പദ്ധതി പിന്നീട് UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അതിൻ്റെ പ്രാഥമിക പ്രവർത്തന ഘട്ടം ആരംഭിക്കുക എന്ന രീതിയിൽ അതിന് ഈ കണ്ടെയ്നർ ഓഫീസ് ഉൾപ്പെടെ വെള്ളവും വൈദ്യുതിയും നൽകിക്കൊണ്ട് അനുമതി നൽകിക്കൊണ്ട് തീരുമാനമെടുത്തത്. പൊന്നാനി MLAയുടെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഗവൺമെൻറ്. ഇപ്പോൾ UDF ഗവൺമെൻറ്റിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാവും, ജനവിരുദ്ധ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നൊരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന MLAയിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പൊന്നാനിയുടെ വികസനത്തിന്, പൊന്നാനിയുടെ മാത്രമല്ല മലബാറിൻ്റെ വികസനത്തിന് വലിയ രീതിയിൽ സാധ്യത നൽകുന്നതാണ് ഈ പദ്ധതി എന്ന് എല്ലാവർക്കും അറിയാം, നാടിനാകെ അറിയാം. ആ പദ്ധതി തുരങ്കം വെക്കുന്ന രീതിയിലേക്കുള്ള പ്രഖ്യാപനങ്ങളാണ് MLAയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ സ്വാഭാവികമായും മാരിടൈം ബോർഡ് പിടിച്ചുവിട്ടു. നേരത്തെ കലീം പറഞ്ഞ പോലെ തന്നെ അങ്ങനെ പിരിച്ചുവിടേണ്ട ബോർഡല്ലല്ലോ അത്. നിലവിൽ ഓരോ ഗവൺമെൻറ്റുകൾ വരുമ്പോൾ അതിലേക്ക് നോമിനികൾ മാറുമെന്നുള്ളതിനപ്പുറത്തേക്ക് ബോർഡ് നിലയ്ക്കുകയാണ്. എന്നാൽ അതേ മായ കൊണ്ട് തന്നെ MLA പറയുകയാണ്, പിരിച്ചുവിട്ട ബോർഡിൻ്റെ MDയെ കണ്ട് ഞാൻ സംസാരിച്ചു വിശദമായി. അപ്പോൾ ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത പ്രഖ്യാപനങ്ങൾ കൂടി നിൽക്കുന്ന മനുഷ്യരെ നോക്കി പറയുകയാണ്, നമ്മൾ 4 ആൾ വിചാരിച്ചാൽ നടക്കുന്ന പദ്ധതിയാണ് ഇത് എന്ന്. സ്വാഭാവികമായും UDF ഗവൺമെൻറ്റിന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിയമപ്രശ്നങ്ങളുണ്ടെങ്കിൽ, സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കാനും പരിഹരിക്കാനും ആവശ്യമായ ഇടപെടൽ നടത്താനുമുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അങ്ങനെ അധികാരമുള്ള ഒരു സംവിധാനം ഇതൊന്നും പരിശോധിക്കാതെ പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ്. ഇപ്പോൾ MLAയുടെ ആക്ഷേപം CPIMൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് കൂടി ഇതിനകത്ത് പങ്കുണ്ട് എന്നാണ്. CPIMൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്കെന്നല്ലാതെ കേരളത്തിലെ ഗവൺമെൻറ് മുൻകൈയെടുത്തുകൊണ്ട് മാരിടൈം ബോർഡാണ് ഈ കരാറിൽ ഏർപ്പെടുന്നതിനാവശ്യമായ സംവിധാനം ഉണ്ടാക്കിയത്. ആ സംവിധാനം ഫലപ്രദമായി പ്രവർത്തിപ്പിക്കണമെന്നുള്ളത് CPIM ജില്ലാ കമ്മിറ്റിക്ക് മാത്രമല്ല, ഈ നാടിനെ സ്നേഹിക്കുന്ന, വികസനം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും താല്പര്യമാണ്. ആ താല്പര്യത്തെയാണ് ഏതോ തരത്തിലുള്ള ദുരൂഹ സാഹചര്യത്തിൽ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഈ അപവാദ പ്രചരണങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ് ഞങ്ങളുടെ ആക്ഷേപം. ഒന്ന്. രണ്ടാമത്തേത്, ഈ 4 പേര് ചേർന്നാൽ സംഘടിപ്പിക്കാൻ കഴിയുന്ന പദ്ധതിയാണ് എന്ന് MLA പറയുമ്പോൾ ഈ 4 പേരെ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ആ 4 പേരെ സ്വകാര്യമായി കണ്ടെത്തി ഈ പദ്ധതിയെ അട്ടിമറിച്ച് സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതി കൊടുക്കാനുള്ള സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വകാര്യ മുതലാളിമാരെ കൊടുത്ത് പ്രതിഷ്ഠിച്ച് ഒരു പ്രദേശമാകെ, ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ 100 പേർക്ക് ജോലി കിട്ടുന്ന, കുറച്ച് കൂടി മുന്നോട്ട് പോകുമ്പോൾ 2500ഓളം ആളുകൾക്ക് സ്ഥിരമായി ജോലി കിട്ടുന്ന, പരോക്ഷമായി 4000ഓളം ആളുകൾക്ക് ജോലി കിട്ടുന്ന ഒരു സംരംഭമാണിത്. ആ ജോലിയൊക്കെ കിട്ടുന്ന ആളുകളിൽ നല്ലൊരു ശതമാനവും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട്, പൊന്നാനിയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അവരുടെ ജീവൽ പ്രശ്നത്തെ പോലും വകവെക്കാതെ MLAയുടെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി അദ്ദേഹം എന്തോ പടച്ചുണ്ടാക്കുന്ന രീതിയിലേക്ക് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഈ പദ്ധതിയെ തകർക്കാനാണ്. അങ്ങനെ ന്യായമായി കൊണ്ടുവന്ന ഒരു പദ്ധതിയെ തകർക്കാൻ ഒരു കാരണവശാലും പൊന്നാനി അനുവദിക്കില്ല, നാട് അനുവദിക്കില്ല എന്നുള്ളതാണ് CPIMൻ്റെ നിലപാട്. CPIMനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്ന MLA ആക്ഷേപം ഉന്നയിച്ചാൽ അതിൻ്റെ വസ്തുതകൾ കൂടി ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥനാണ്. ആ വസ്തുതകൾ ഉണ്ടെങ്കിൽ അതുകൂടി പറയാൻ MLA തയ്യാറാവണം. അതല്ലെങ്കിൽ MLAയുടെ ഈ ദുരൂഹമായ ഇടപെടൽ ജനങ്ങളിൽ വലിയ തോതിൽ സംശയം ഉണ്ടാക്കുന്നതാണ്. ആ സംശയമല്ല, അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആളാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി കൂടി ഇതിന് ഉത്തരം പറയണം. പിന്നൊരു കാര്യമുള്ളത്, ഇവിടെ രാഷ്ട്രീയമായി
MLA പ്രഖ്യാപനങ്ങൾ വരുന്നു, പ്രതികരിക്കുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് UDF ഒരു നിലപാട് വേണ്ടേ? ഇവിടെ അദ്ദേഹം പ്രദാനം ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിലപാട് വേണ്ടേ? ഈ നിലപാടൊന്നും പറയാൻ ഇക്കാലം അത്രയും ഈ രാഷ്ട്രീയ പാർട്ടികളോ UDF ഒന്നും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് MLAക്ക് വിട്ടുകൊടുത്തൊരു മണ്ഡലമായി പൊന്നാനിയെ മാറ്റുകയാണെങ്കിൽ അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതികരണവും പ്രക്ഷോഭവും പൊന്നാനിയിൽ നിന്ന് ഉയർന്നു വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സാധാരണഗതിയിൽ ഈ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിഷേധങ്ങള് ഏത് വഴി വന്നു എന്നുള്ളതും നമുക്കറിയാം, നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം ഏത് വഴിയാണ് ആ പ്രതിഷേധങ്ങൾ വന്നത്. ആ പ്രതിഷേധങ്ങൾ എന്ത് താല്പര്യത്തിന്റെ പേരിലായിരുന്നു എന്നറിയാം. എന്ത് താല്പര്യത്തിന്റെ പേരിലായാലും പൊതുവായി ജനങ്ങൾക്കോ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ പ്രയാസമുണ്ടാകാത്ത രീതിയിലേക്ക് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇവിടെ MLA ആയിരുന്ന ആളും അതുപോലെ തന്നെ ഇവിടുത്തെ പാർട്ടിയും ഒറ്റക്കെട്ടായി നിരന്തരമായ പരിശ്രമം നടത്തി. ആ പരിശ്രമത്തിന്റെ പരിസമാപ്തി എന്ന രീതിയിൽ കളക്ടറേറ്റിൽ വെച്ച് ചേർന്ന യോഗം തീരുമാനമെടുത്തു. ആ തീരുമാനം അംഗീകരിച്ചു പോന്നു. അംഗീകരിച്ച് പോന്നതിന് ശേഷം വീണ്ടും അത് അംഗീകരിക്കാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി ഈ പ്രശ്നങ്ങൾ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നത് ഇപ്പോഴത്തെ പ്രശ്നവും അതും കൂടെ കൂട്ടി വായിക്കണം. ഇപ്പോ നൗഷാദ് അലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന MLA പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഈ പ്രതികരണങ്ങളും പഴയ കാര്യങ്ങളും കൂടെ കൂട്ടി വായിക്കുമ്പോഴാണ് ഇത് മനസ്സിലാവുക. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചു.